പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ നമ്പർ 1 ബാക്കിയുള്ള പോർഷൻസ് ആണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു പോർഷൻ ഇട്ടിരുന്നു. അത് നിങ്ങൾ കണ്ട് നന്നായി മനസ്സിലാക്കുക, അതിൻ്റെ എക്സസൈസുകളൊക്കെ കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ബാക്കിയുള്ളത് കാണുക കേട്ടോ. ഞാൻ കുറേശ്ശെ പോർഷൻസ് മാത്രമേ ഓരോ വീഡിയോയിലും ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നന്നായി കണ്ട് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ദി എം ടി സെറ്റ്. എം ടി സെറ്റ് എന്താണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെൻറ്റ് ഈസ് കോൾഡ് ദി എം ടി സെറ്റ് ഓർ ദി നൾ സെറ്റ് ഓർ ദി വോയിഡ് സെറ്റ്. അപ്പോൾ നമുക്ക് എം ടി സെറ്റ് എന്ന് കേൾക്കുമ്പം തന്നെ അറിയാം, എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, എം ടി സെറ്റ് എന്ന് പറയുക. എം ടി സെറ്റിനെ നമുക്ക് 3 പേരുകളിൽ പറയാം. ഒന്ന് എം ടി സെറ്റ്, നൾ സെറ്റ്, വോയിഡ് സെറ്റ്. ഈ 3 പേരുകളിലും ഈ സെറ്റ് അറിയപ്പെടും. അപ്പോൾ അതിനകത്ത് എലമെൻറ്റ്സ് ഒന്നും കാണില്ല. നമ്മുടെ സ്കൂളിലെ 11th പ്രസൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റുഡൻസിനെ വെച്ച് നമുക്കൊരു സെറ്റ് ഉണ്ടാക്കാം അല്ലേ. അതേസമയം 10th 11th കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ എടുക്കാൻ പറഞ്ഞാലോ നമുക്ക് എഴുതാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഒരേ സമയം 10th 11th കൂടെ സ്റ്റുഡൻസിന് പഠിക്കാനായിട്ട് സാധിക്കത്തില്ല അല്ലേ. അപ്പോൾ ആ സെറ്റിൽ നമുക്ക് എഴുതാൻ സ്റ്റുഡൻസിൻ്റെ ഒന്നും നെയിം കാണത്തില്ല. അപ്പോൾ ആ സെറ്റ് എന്തായിരിക്കും? എം ടി സെറ്റ് ആയിരിക്കും അല്ലേ. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ ബി ഈസ് ആൻ എം ടി സെറ്റ് വൈൽ എ ഈസ് നോട്ട് ആൻ എം ടി സെറ്റ്. ബി എം ടി സെറ്റാണ്. ഇതിൽ നമുക്ക് 10th 11th കൂടെ നമുക്ക് ഒരു സ്റ്റുഡൻറ്റിന് ഒരേ സമയം പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതെന്താണ്? എം ടി സെറ്റാണ് അല്ലേ. എം ടി സെറ്റിനെ നമുക്ക് 2 സിമ്പിളുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഒന്ന് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, അടുത്തത് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഈ 2 മെത്തേഡിൽ നമുക്ക് എം ടി സെറ്റിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എം ടി സെറ്റിന് കുറച്ച് എക്സാമ്പിൾസും കൂടെ ഉണ്ടെന്ന് നോക്കിയേ. ഇവിടെ ഞാൻ 4 എക്സാമ്പിൾസും കൂടെ എടുത്തിട്ടുണ്ട്. Okay, let A is equal to set of all x such that 1 less than x less than 2, x is a natural number. x എന്ന് പറയുന്നത് 1-നേക്കാട്ടിൽ ഗ്രേറ്റർ ആണ്, 2-നേക്കാട്ടിൽ ലെസ്സുമാണ്. പക്ഷെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1-നും 2-നും ഇടയ്ക്ക് ഏതെങ്കിലും നാച്ചുറൽ നമ്പേഴ്സ് വേറെ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് ഒരു എം ടി സെറ്റാണ്. ഇതിന് ബിറ്റ്വീൻ നാച്ചുറൽ നമ്പർ ഇല്ലാത്തത് കൊണ്ട്. ഇനി അടുത്ത് നോക്കിയാൽ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. എക്സ് ഈസ് റാഷണൽ നമ്പർ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 0 വരണമെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ പ്ലേസിൽ എന്ത് തന്നെ വരണം? 2 തന്നെ വരണം. 2 മൈനസ് 2 ആണ് 0 അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ ആണ്. 1 എടുത്തു കഴിഞ്ഞാൽ 1 സ്ക്വയർ ഈസ് 1. 1 മൈനസ് 2 ഈസ് -1 എന്ന് വരും. എക്സ് നമ്മൾ 2 എന്ന് എടുത്താൽ 2 സ്ക്വയർ ഈസ് 4. 4 മൈനസ് 2 ഈസ് 2. അപ്പോൾ ഇവിടെ ഏതെങ്കിലും റാഷണൽ നമ്പർ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് എന്ത് പറയാം? എക്സ് സ്ക്വയർ മൈനസ് 2 ഈസ് 0 ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ബൈ എനി റാഷണൽ വാല്യൂ ഓഫ് എക്സ്. അതുകൊണ്ട് ഇത് എന്താണ്? ഇതൊരു എം ടി സെറ്റാണ്. ഇവിടെ നമുക്ക് എഴുതാൻ പറ്റില്ല. അടുത്തത് സി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 2. 2-നേക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ഈവൻ പ്രൈം നമ്പറാണ് എക്സ്. ഈവൻ പ്രൈം നമ്പർ എന്ത് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ പ്രൈം നമ്പേഴ്സിൽ ഈവൻ. വേറെ ബാക്കിയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും എന്താണ്? ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2-നേക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ള ഈവൻ പ്രൈം നമ്പർ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് എന്ത് തന്നെയാണ്? എഫ് ജി സെറ്റ് തന്നെയാണ്. ഡി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4, എക്സ് ഈസ് ഓഡ്. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എക്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഓഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ 4 വരുമോ? ഏതിൻ്റെ സ്ക്വയർ ആണ് 4 വരിക? 2-ൻ്റെ സ്ക്വയർ ആണ് 4 വരിക. ഈവൻ നമ്പറിൻ്റെ സ്ക്വയർ ആണ് 4 വരിക അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഡി ഈസ് ദി എം ടി സെറ്റ്. ഇപ്പോൾ എം ടി സെറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് തന്നിരിക്കുന്നത് വെച്ച് നമുക്ക് ആ സെറ്റിനകത്ത് നമുക്കൊന്നും എഴുതാൻ പറ്റില്ല, എം ടി ആയിരിക്കും. അങ്ങനെയുള്ള സെറ്റുകളെയാണ് നമ്മൾ എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് പറയുന്നത്.
ഇനി അടുത്തത് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. അതെന്താണെന്ന് നോക്കാം. നോക്കി, ഇവിടെ 3 സെറ്റുകൾ തന്നിട്ടുണ്ട്. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3 4 5, ബി ഈസ് ഈക്വൽ ടു എ ബി സി ഡി ഇ ജി, സി ഈസ് ഈക്വൽ ടു മെൻ ലിവിങ് പ്രസൻ്റ്ലി ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. അപ്പോൾ എയ്ക്കകത്തുള്ള എലമെൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ട് ചെയ്യാൻ പറ്റും. ബിയിലുള്ള എലമെൻസിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സിയിലുള്ളതിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അല്ലേ? വേൾഡിലെ ഡിഫറെൻറ്റ് പാർട്സിൽ പ്രസൻ്റ്ലി ലിവ് ചെയ്യുന്ന മെന്നിൻ്റെ സെറ്റ് എഴുതാനാണ് പറഞ്ഞത്. അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിനെ, അതായത് ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ളതിനെ നമ്മൾ ഫൈനൈറ്റ് എന്ന് പറയും. അല്ലാത്തതിനെ നമുക്ക് ഇൻഫൈനൈറ്റ് എന്നും പറയാം. ഓക്കെ, സെറ്റ് വിച്ച് ഈസ് എംപ്റ്റി ഓർ കൺസിസ്റ്റ് ഓഫ് എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈസ് കോൾഡ് എ ഫൈനൈറ്റ്. അപ്പോൾ എംപ്റ്റി സെറ്റിനെ നമുക്ക് എന്ത് പറയാം? ഫൈനൈറ്റ് എന്ന് പറയാം. പിന്നെന്താണ്? കൺസിസ്റ്റ് ഓഫ് എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്, അതായത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിലുള്ള എലമെൻറ്റ്സ് ഉള്ളതിനെ നമുക്ക് എന്ത് പറയാം? ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. അതർവൈസ് ദ സെറ്റ് ഈസ് കോൾഡ് ഇൻഫൈനൈറ്റ്. അല്ലെങ്കിൽ അതെന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഇനി ഇവിടെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. നോക്കിയാൽ ഡബ്ല്യു ബി ദ സെറ്റ് ഓഫ് ദി ഡേയ്സ് ഓഫ് ദി വീക്ക്. ഒരു വീക്കിലെ ഡേയ്സിൻ്റെ സെറ്റ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമല്ലോ, അല്ലേ? അപ്പോൾ അതെന്താണ്? ഡബ്ല്യു ഈസ് ഫൈനൈറ്റ്. ലെറ്റ് എസ് ബി ദ സെറ്റ് ഓഫ് സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 16 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് നമുക്ക് എഴുതാൻ പറ്റും, അല്ലേ? എക്സിൻ്റെ പ്ലേസിൽ 4 വന്നാൽ 4 സ്ക്വയർ ഈസ് 16. 4 എഴുതാം, -4 എഴുതാം. സ്ക്വയർ ആയതുകൊണ്ട് 2 എഴുതിയാലും എന്താണ്? 4 സ്ക്വയർ ഈസ് 16, -4 സ്ക്വയർ ഈസ് അതും എന്താണ്? 4 സ്ക്വയർ ഈസ് 16, -4 സ്ക്വയറും എന്താണ്? 16 തന്നെയാണ്. അപ്പോൾ ഇതും എന്താണ്? നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് ഇതും എന്താണ്? ഫൈനൈറ്റ് ആണ്. അടുത്ത ജി ബി ദ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഓൺ എ ലൈൻ. ഒരു ലൈനിലെ പോയിൻറ്റ്സ്. ഇപ്പോൾ ഒരു ലൈൻ വരച്ചിട്ട് അതിലെ പോയിൻറ്റ്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ പോയിൻറ്റ്സുകളെല്ലാം കൂടെ ചേരുന്നതാണ് ഒരു ലൈൻ, അല്ലേ? അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ജി ഈസ് ഇൻഫൈനൈറ്റ്. അപ്പോൾ ഫൈനൈറ്റും ഇൻഫൈനൈറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഫൈനൈറ്റ് എന്ന് വെച്ചാൽ എംപ്റ്റി സെറ്റിനെ നമുക്ക് ഫൈനൈറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും അതിലുണ്ടായിരിക്കുക, നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫൈനൈറ്റ് എന്ന് പറയുന്നത്. അല്ലാത്തതിനെ നമ്മൾ ഇൻഫൈനൈറ്റ് എന്ന് പറയും. ഇനി അടുത്തത് ഈക്വൽ സെറ്റ്സ്. ഈക്വൽ സെറ്റ്സ് എന്താണെന്ന് നോക്കാം. Given 2 sets A and B, if every element of A is also an element of B and if every element of B is also an element of A, then the set A and B are said to be equal. Clearly, the 2 sets have exactly the same element. അപ്പോൾ ഈക്വൽ സെറ്റ് എന്ന് കേൾക്കുമ്പം തന്നെ നമുക്കറിയാം, ഈക്വൽ സെറ്റ് എന്ന് വെച്ചാൽ 2 സെറ്റും ഈക്വൽ ആയിരിക്കും, 2 സെറ്റുകൾക്കും സെയിം എലമെൻറ്റ്സ് ആയിരിക്കും. അങ്ങനെയുള്ള സെറ്റിനെയാണ് നമ്മൾ ഈക്വൽ സെറ്റ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഒന്ന് നോക്കാം. 2 sets A and B are said to be equal if they have exactly the same elements and you write A is equal to B. Otherwise, the sets are said to be unequal and we write A not equal to B. അപ്പം ഈക്വൽ ആണെങ്കിൽ നമുക്ക് A equal to B എന്ന് എഴുതാം. ഈക്വൽ അല്ലെങ്കിൽ A not equal to B എന്ന് എഴുതാം. അപ്പോൾ എയും ബിയും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? എക്സാക്ട്ലി സെയിം എലമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കിയേ. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3 4 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 3 1 4 2. നോക്കിയേ, എയിൽ 1 ഉണ്ട്, ബിയിലും എന്തുണ്ട്? 1 ഉണ്ട്. എയിൽ 2 ഉണ്ട്, ബിയിലും 2 ഉണ്ട്. എയിൽ 3 ഉണ്ട്, ബിയിലും 3 ഉണ്ട്. എയിൽ 4 ഉണ്ട്, ബിയിലും 4 ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് എലമെൻസും അതിലുള്ള എലമെൻസും എന്താണ്? സെയിം എലമെൻറ്റ്സ് തന്നെയാണ്. അതുകൊണ്ട് എന്ത് പറയാം? എ ഈക്വൽ ടു ബി എന്ന് പറയാം. പക്ഷേ ഓർഡർ എന്ത് ചെയ്തിട്ടുണ്ട്? ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓർഡർ ഇവിടെ നോക്കുന്നില്ല. നമുക്ക് എലമെൻറ്റ്സ് സെയിം ആയാൽ മതി. ഇവിടെ 1 ഉണ്ടെങ്കിൽ ഇവിടെയും എന്ത് വേണം? 1 വേണം. ഇവിടെ 2 ഉണ്ടെങ്കിൽ ഇവിടെയും 2 വേണം. അപ്പോൾ എലമെൻറ്റ്സ് സെയിം ആയിരിക്കണം. പക്ഷേ അതിൻ്റെ ഓർഡർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി വന്നെന്നും പറഞ്ഞ് യാതൊരു കുഴപ്പവും ഇല്ല. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈക്വൽ സെറ്റ്സ് ആണ് എന്ന് പറയാം. ഇതൊക്കെ എ സെറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇഫ് 1 or more elements ഓഫ് ദിസ് സെറ്റ് ആർ റിപ്പീറ്റഡ്. അപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്തു എന്നും പറഞ്ഞ് സെറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല കേട്ടോ. അതായത് ഇവിടെ നോക്കിയാൽ സെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3,
ബി ഈസ് ഈക്വൽ ടു 2 2 1 3 3 ഇങ്ങനെ വന്നു കണ്ടോ. പക്ഷേ ഇവിടെയുള്ള എലമെൻറ്റ്സ് എല്ലാം എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഇവിടെ 1 ഉണ്ടെങ്കിൽ ഇവിടെയും 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2, ഇവിടെ 3, ഇവിടെയും 3. ഇതിലുള്ള എലമെൻറ്റ്സ് എല്ലാം ഇവിടെ തന്നെയുണ്ട്. എക്സ്ട്രാ ഒരു എലമെൻറ്റ്സ് പോലും വന്നിട്ടില്ല. പക്ഷേ ചിലത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടല്ലേ. റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എയും ബിയും ഈക്വലാണ് എന്ന് പറയാം. അങ്ങനെ ഈക്വൽ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റിപ്പീറ്റ് ചെയ്ത് എഴുതാത്തത് കേട്ടോ. ഒന്ന് നോക്കിയേ, ദ സെറ്റ് എ ആൻഡ് ബി ആർ ഈക്വൽ സിൻസ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഈസ് ഇൻ ബി. എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിലുണ്ട്, ബിയിലുള്ള എല്ലാ എലമെൻറ്റ്സും എയിലുമുണ്ട്. ദാറ്റ്സ് വൈ വി ജനറലി ഡു നോട്ട് റിപ്പീറ്റ് എനി എലമെൻറ്റ് ഇൻ ഡിസ്ക്രൈബിങ് എ സെറ്റ്. നമ്മളതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നാലും എന്ത് തന്നെയാണ്? ഇതിൽ എയിലുള്ള എലമെൻറ്റ്സ് എല്ലാം ബിയിലുണ്ട്, ബിയിലുള്ളതെല്ലാം എയിലുമുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എഴുതാത്തതിൻ്റെ കാര്യം അതുകൊണ്ടാണ്. എങ്ങനെ എഴുതിയാലും എന്തായിരിക്കും? രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ 3 സെറ്റുകൾ മനസ്സിലായല്ലോ. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? എം ടി സെറ്റ് എന്താണെന്ന് മനസ്സിലായി. ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ് പഠിച്ചു, ഈക്വൽ സെറ്റ്സും പഠിച്ചു. ഈ 3 സെറ്റുകൾ ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലെ എക്സസൈസും ചെയ്തതിന് ശേഷം അടുത്ത ടോപ്പിക്ക് നമുക്ക് നോക്കാം കേട്ടോ.